വന്നിരിക്കുന്നത് ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ്. അതായത് ഇടിയൻ ചക്ക കൊണ്ട് നമുക്ക് എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ നന്നായിട്ട് തൂക്കുക. നമ്മുടെ കയ്യിന് മെലിഞ്ഞിനൊന്നും ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് അല്പം എണ്ണ തൂക്കാം. നല്ല മൂർച്ചയുള്ള കത്തി വേണം. കത്തി വെച്ച് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കുഞ്ഞു പതുക്കെ കളയുക. ഇനി ചെത്തി മാറ്റണം. കണ്ടല്ലോ, ഇതുപോലെ ചെത്തി മാറ്റി നമുക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. വെള്ളത്തിലേക്ക് ഓരോന്നോരോന്ന് ചെത്തി വെള്ളത്തിലേക്ക് ഇടാം. ഇങ്ങനെ നമുക്കെല്ലാം ചെത്തി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ കളറ് മാറിപ്പോവും. നമ്മൾ വെള്ളത്തിലിടാതെ നമ്മൾ അരിഞ്ഞരിഞ്ഞ് മാറ്റി വയ്ക്കുമ്പോൾ ഇത് കറുത്ത് പോവും. ഇതുപോലെ ചെറിയ കറുപ്പായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ അരിഞ്ഞരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുന്നത്. ഇനി നമുക്കിത് ചെറുതരായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണമാക്കുക. അങ്ങനെ നമ്മുടെ ചക്ക ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ വേവിക്കുന്നില്ല. കുക്കറിൽ വേവിച്ചാൽ വേവ് അതിയായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്ക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങിയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം. കുക്കറിൽ വേവിക്കണമെങ്കിൽ നമുക്ക് ഒരു വിസിൽ വരുന്നേരം വേണമെങ്കിൽ വേവിക്കാം. ഞാൻ ഒരിക്കൽ വേവിച്ചപ്പോൾ അത് വേവ് അതിയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാത്രത്തിൽ വെള്ളമൊഴിച്ച് വേവിച്ചത്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ കൊണ്ട് ഇതെങ്ങനെയായിട്ട് കാണിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുപോകും. ഇപ്പോഴാണ് വെന്തത്. അതുകൊണ്ട് കൈ കൊണ്ട് നമ്മളൊന്ന് ഞരടി നോക്കുമ്പം വെന്തിട്ടുണ്ട്. ഏറ്റവും ഉണ്ടാക്കാൻ നമ്മുടെ ചക്ക ഒരു 4 പീസ് 3-4 പീസ് മാത്രം ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരണം. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. അങ്ങനെ എല്ലാം ക്രഷ് ചെയ്തു. നമ്മൾ കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം ചക്കയൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം.
ഇതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ്, 1 സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഒരു ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ചെറുതായി കീറിയിട്ട കറിവേപ്പില ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഒരു പിടി മല്ലിയില, നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ചക്ക, ഇടിയൻ ചക്ക നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഇടിച്ചെടുത്ത ചക്ക നന്നായിട്ട് ചക്കയുടെ വെള്ളം വറ്റുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം.
നമ്മുടെ ചക്ക നന്നായിട്ട് ഉലർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ക്രഷ് ചെയ്തത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മുടെ ചക്ക നമ്മൾ ഉലർത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് ഉലർന്നു വരണം. ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഉലർന്നു വരണം. അതിനുശേഷം വേണം നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർക്കാൻ. ഉരുളൻകിഴങ്ങ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ആ വെള്ളം വറ്റി വരുമ്പോൾ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് എല്ലാം ഇട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചെറുനാരങ്ങ വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. റൗണ്ട് ഷേപ്പ് ചെയ്യാം, ഓവൽ ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഒന്ന് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് മുട്ടയും ബ്രെഡ് ക്രംസും കൂടി നമുക്കെടുക്കാം. കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 സ്ലൈസ് ബ്രെഡാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും മുട്ടയിൽ മുക്കിയെടുക്കുക. ബ്രെഡ് ക്രംസിലേക്ക് വയ്ക്കണം. അങ്ങനെ ഒരു 3 എണ്ണം വെക്കണം. ചെറുതായിട്ടൊന്ന് മറിച്ചിടുക. തിരിച്ചും മറിച്ചും നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ കട്ട്ലറ്റും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എങ്കിലാണ് അതിൻ്റെ ഉള്ളെല്ലാം മൊരിഞ്ഞു വരുള്ളൂ. നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിടാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം.